ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും, ക്യാരറ്റ് ജ്യൂസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റ് ജ്യൂസ് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് വേവിക്കാതെയാണ്. നമ്മൾ യൂഷ്വലി ജ്യൂസൊക്കെ അടിക്കുക അങ്ങനെയാണല്ലോ, നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും വേവിച്ചിട്ടല്ലല്ലോ അടിക്കുക എന്നുള്ള രീതിയിൽ വേവിക്കാണ്ടാണ് ഞാൻ അടിച്ചത്. എനിക്ക് പക്ഷെ അത്ര ഇഷ്ടമായില്ല. ഞാൻ ആക്ച്വലി ഒരു ക്യാരറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ക്യാരറ്റ് വലിയ ഇഷ്ടമില്ലാത്ത ആളാണ്. മേ ബി അതുകൊണ്ടായിരിക്കും. ക്യാരറ്റ് ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ ഭയങ്കര ഇഷ്ടാവുമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും അപ്പം അത് മാറ്റി ഒന്ന് വേവിച്ചിട്ട് അടിച്ചു നോക്കി. അപ്പോഴും എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടമായില്ല. ഞാൻ പറഞ്ഞല്ലോ, ക്യാരറ്റ് ഇഷ്ടമുള്ള ആളല്ലാത്തത് കൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ പാടെ വെച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന രീതിയിൽ അടിച്ചപ്പോഴാണ് എനിക്കിഷ്ടമായത്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 ക്യാരറ്റാണ്. 2 അത്യാവശ്യം നല്ല വലുപ്പമുള്ള ക്യാരറ്റാട്ടോ എടുത്തത്. അത്യാവശ്യം മൂത്ത ക്യാരറ്റ് എന്ന് പറയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പീൽ ചെയ്ത് കഴുകി നല്ല ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇതിപ്പം അത്യാവശ്യം മൂത്ത ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 4 വിസിൽ അടുപ്പിച്ചു. ഇനിയിപ്പോൾ അധികം മൂത്തതല്ല, ഇളയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഒരു 3 വിസിൽ അത്രേ ആവശ്യമുള്ളൂ. എന്നിട്ട് അതിന്റെ വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല, ആ വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം ആ ക്യാരറ്റിന്റെ ടേസ്റ്റ് ആ വെള്ളത്തിലേക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം എടുക്കാൻ പാടും കേട്ടോ. അതായത് റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം നല്ലോണം എന്താ പറയുക, കുക്കറൊക്കെ തുറന്നു വെച്ച് റൂം ടെമ്പറേച്ചറിൽ എത്തിയതിനു ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് പാല്, കുറച്ച് പാല് എടുത്തിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീം, വാനില ഐസ്ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. വാനില ഐസ്ക്രീം ഇപ്പൊ നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ആണുള്ളത് വെച്ചാൽ കുറച്ചൊരു 2-3 ഡ്രോപ്പ് വാനില എസൻസ് ആഡ് ചെയ്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4-5 കാഷ്യൂ നട്ടാണ് വേണ്ടത്. അത് ഇതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു ഏലക്കായും, കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കണല്ലോ, അപ്പോൾ ഒരു ഏലക്കായും. ആ ഏലക്കായിന്റെ നമുക്ക് ഈ തോട് പൊളിച്ചിട്ട് ആ തരി മാത്രം മതി, അതിൻ്റെ ഉള്ളിലുള്ള അത് മാറ്റി നമുക്ക് വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ എങ്ങനെയാ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക്, നമ്മൾ ഏലക്കായ പൊടിച്ചതല്ലല്ലോ, ഹോൾ ഏലക്കായ അല്ലേ ഇട്ടിട്ടുള്ളത്. അപ്പോ ഹോൾ ഏലക്കായന്റെ സെൻസ് അതിൻ്റെ ഉള്ള തരി, അപ്പൊ അതൊന്ന് പൊടിഞ്ഞ് കിട്ടണമല്ലോ. അപ്പൊ പഞ്ചസാരയും ഏലക്കായും അതേപോലെ തന്നെ കാഷ്യൂ, ഇത് ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് കാഷ്യൂം കൂടി ഇതിലിട്ടിട്ട് നമുക്കൊന്ന് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഇതാ സംഭവം പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ക്യാരറ്റ് വിത്ത് ആ വേവിച്ച വെള്ളം അതൊഴിക്കാം. പിന്നെ നമ്മുടെ ഐസ്ക്രീം ഇടാം. അതുപോലെ തന്നെ പാല്, അത് ഫുള്ളായിട്ട് ആദ്യം ഒഴിക്കണ്ട, കുറച്ച് പാൽ ഒഴിച്ചിട്ട് അത് അരഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അടിക്കാം. അപ്പൊ ഇതൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് തിരിച്ചു വരാം. അപ്പൊ ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഒരു 2 സെർവിങ്സിനുള്ളത് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂ, വളരെ ടേസ്റ്റിയാണ്. ഞാൻ ക്യാരറ്റ് ഇഷ്ടമില്ലാത്ത എനിക്ക് പോലും ഇഷ്ടമായി. പിന്നെ അത് ഹെൽത്തി ജ്യൂസ് ഒന്നും അല്ല കേട്ടോ. സ്വതവേ നമ്മൾ ജ്യൂസ് ഒന്നും അല്ലെങ്കിലും ഹെൽത്തി ഒന്നും അല്ലല്ലോ. അതായത് ഷുഗർ കോണ്ടന്റ് ഇടുമ്പോൾ തന്നെ ഹെൽത്തി അല്ലാതാവും. നോർമൽ ജ്യൂസ്, അതായത് നമ്മൾ സാധാരണ പഞ്ചസാരയൊക്കെ ഇട്ട് അടിക്കുന്ന ജ്യൂസ്, അല്ലാണ്ട് ഒരു ഹെൽത്തിയർ വേർഷൻ ഒന്നും അല്ല, ഇത് നോർമൽ ജ്യൂസ് ആണ്. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.